നമസ്കാരം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോന് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. കുറേ ആയി ഞാൻ കേൾക്കുന്നു, സ്ട്രൈക്ക് കിട്ടും. ചില ആൾക്കാർ പറയും സ്ട്രൈക്ക് തന്ന് എൻ്റെ വീഡിയോ വരെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നാമിനും ഈ കുട്ടി ചാനലിലും ഒരു സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. സ്ട്രൈക്ക് തന്നത് നീരജ അമ്മൂസ് എന്ന് പറയുന്ന ആളാണ്. ആള് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചാനലിലാകെ 2 വീഡിയോയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു വീഡിയോ ഇന്നലെയും ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പെങ്ങാനും. അപ്പം സ്ട്രൈക്ക് കുഴപ്പമില്ല, നമ്മൾ കൗണ്ടറൊക്കെ ചെയ്ത് സ്ട്രൈക്കിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഭാഗത്ത് 100% ശരിയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ സ്ട്രൈക്കിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ സ്ട്രൈക്ക് ഞാൻ വീണ്ടും പറയാം, ഈ സ്ട്രൈക്കിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ബി കോൺഫിഡൻറ്റ്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അങ്ങ് എൻ്റെ അക്കൗണ്ട് നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളുടെ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നത്. എത്രയോ ആൾക്കാർ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നുണ്ട്. എവിടേക്കോ സത്യങ്ങളുണ്ട് എന്ന് ഞങ്ങളുടെ തോന്നുന്നതുകൊണ്ടാണ് കുറേ ആൾക്കാർ നമ്മളുടെ വീഡിയോ കാണുന്നത്. ഇത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രൂവ് യുവർ സൈഡ്. അത്രയേ ഉള്ളൂ. അതിന് സ്ട്രൈക്കിനൊന്നും നിൽക്കണ്ട. ആൻഡ് ഫൈനലി ഞാനിന്ന് മൂപ്പൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലിൽ നമ്മളുടെ നീരജ അമ്മൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി. അതിലാൾ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നീരജ അമ്മൂസിനെ ഈ പണിയിൽ നിന്ന് UK ആൾ കറൻ്റ്ലി വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഒരു ലേറ്റസ്റ്റ് ന്യൂസ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. 12th August 2025 ലെറ്ററാണ്. Thank you for your email that I received earlier this week. As per my original response, we have commenced an investigation into the concern that have been raised. As part of this investigation, we are in contact with HMRC, CQC and the Home Office. All evidence collaborated from yourself has been forwarded onward to allow them to conduct their own investigation into the matter. However, we do not operate as a court of law. We work along with the guidance of the probability. ഇനിയാണ് നമ്മുടെ ലൈൻ. Therefore, we are updating you that the staff member that you have named is no longer an employee of the home of our company. ഇത്രയേ ഉള്ളൂ. ഇത്രയും അലിഗേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ആൾ കറൻ്റ്ലി വർക്ക് ചെയ്തിരുന്ന ജോബ് ആൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക ആണ്. ഇതാണ് എന്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു രാജ്യത്ത് ഈ ജോലി പോയിട്ട് അവിടെ എങ്ങനെ സർവേ ചെയ്യും എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു നീരജ അമ്മൂസ് ഒറ്റയ്ക്കല്ല, ആളുടെ അച്ഛനും അമ്മയും ഫാമിലി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരിക്കലും നീരജയ്ക്ക് ജോലി പോയതിൽ സന്തോഷം കൊള്ളുന്ന ഒരാളൊന്നും അല്ല ഞാൻ. എനിക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ വന്ന തെളിവുകളൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കാര്യം എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഭയങ്കരം അങ്ങ് അതിനെ വാദിച്ചു. ഭയങ്കരം ബാക്കിയുള്ള ആൾക്കാർ ഫുള്ള് തെറ്റുകാരാണ് എന്ന നിലയിലാണ് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല. തെറ്റ് പറ്റും. ആ തെറ്റ് അങ്ങ് സമ്മതിക്കുക. എൻ്റെ സൈഡിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചാൽ തീരാവുന്ന വിഷയം അവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ പകരം നിങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക വാശി. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ വെല്ലുവിളിച്ചു. എന്താ 3 ലക്ഷമുള്ള എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും, എൻ്റെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. ആരെങ്കിലും ഒരാൾ കാണിക്ക് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചതി നേരിട്ടിട്ടുള്ള ആൾക്കാർ മുഴുവൻ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതും സ്ക്രീൻഷോട്ടും ചാറ്റും റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര പോയത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്ന് ആളുമായി നിങ്ങളുടെ സുഹൃത്തുമായി കണക്ട് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ 1-2 പോസ്റ്റ് ഒന്നുമല്ല, കിൻഡൽ കണക്കിന് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ജെനുവിനിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പെർട്ടിക്കുലർ പേജ്. എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു പേജിൽ നീരജ അമ്മൂസിൻ്റെ പണി പോയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവരുടെ പേജിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവർ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പാർവതി എന്ന് പറയുന്ന ആളുടെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത ഒരു സ്റ്റോറി ഉണ്ട്. ഞാനും ഇത് മൂപ്പൻ്റെ വീഡിയോയിൽ കണ്ട സമയത്ത് എനിക്കും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നിയിട്ടുള്ള സ്റ്റോറിയാണ്. ഞാനിവിടെ എഴുതി കാണിക്കാം. UK പോലെയുള്ള ഒരു രാജ്യത്ത്
മര്യാദ പോലും കാണിക്കാതെ സ്വന്തം മലയാളികളെ തന്നെ പറ്റിക്കുന്നവർക്ക് കിട്ടേണ്ട ഒരു പാഠം തന്നെയാണിത്. കർമ്മട കർമ്മ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. സത്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ രാജ്യത്തെത്താൻ നിങ്ങൾ എത്ര പാടുപെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. ഞാനത് സൈഡിൽ കൂടെ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മേ ബി ഇനി അത് ഇഷ്യൂ വരണം, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നീരജ അമ്മൂസിൻ്റെ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് നീരജൻ്റെ പാസ്റ്റ് ലൈഫിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയത്. അപ്പം ഇതുപോലെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നത്, കുറേ എന്താ പറയുക, കുറേ ചേഞ്ചസിന് വേണ്ടിയിട്ട് ഈ പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിച്ചതിൽ ഒരു ഭാഗം നിങ്ങളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് കിട്ടും. അതാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവന് കുറേ ടൈം കഴിഞ്ഞിട്ടാണ്. ഇപ്പം അതിനൊന്നും നേരല്ല. സ്പോട്ടിൽ എന്ത് ചെയ്യുക, കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുക, അതിനൊരു തീരുമാനമൊക്കെ പോവുക, അത്രയും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. ഇനി അതിൻ്റെ താഴെ കൂടുതലുള്ള പ്രമുഖിക്ക് ഒരു ഉപദേശം. നിന്നെ വളർത്തിയത് നിന്റെ സബ്സ്ക്രൈബേഴ്സാണ്. വന്ന വഴി മറന്ന് നിനക്കിതൊരു പാഠമാകട്ടെ. കൂടുതൽ വെല്ലുവിളികൾ നിർത്തി ചെയ്ത തെറ്റോർത്ത് പശ്ചാത്തപിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരൊറ്റ പാരഗ്രാഫ് കാണിക്കാനാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മളുടെ വ്യൂവേഴ്സിനോടും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണമല്ലോ. കാരണം അവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും അവർ വ്യൂ ചെയ്യുന്നതുകൊണ്ടുമാണ് നമ്മുടെ വീഡിയോയിൽ ചാനലിനൊക്കെ റീച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഫെയിമും പോപ്പുലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അവരെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോൾ അതിനുള്ള നിങ്ങൾ അനുഭവിക്കണ്ടേ? ഇത് അടിപൊളിയായിട്ട് ആ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വെറുതെ വന്നു നിന്ന് വാദിക്കാണ്ട് വെല്ലുവിളിക്കാണ്ട്, ഇനിയും വെല്ലുവിളിച്ച് വാദിച്ചാൽ എല്ലാ ആൾക്കാരും തെളിവായിട്ട് വരും. ചെയ്ത തെറ്റ് ആലോചിച്ച് പശ്ചാത്തപിക്കുക. ഇനി സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്ന് നിന്ന് നിങ്ങൾ ഈ തുറന്ന് പറയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റ്ലീസ്റ്റ് ആ സൈഡിലുണ്ടായിരുന്ന കുട്ടികളെ വിളിച്ചിട്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നീരജ അമ്മൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അപ്ഡേറ്റുകൾ. പിന്നെയും കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ പേജുകളിൽ. അപ്പം ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ പേജിൽ ഈ പെർട്ടിക്കുലർ സാധനത്തിൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഫെബിൻ സിറിയാക്ക് എന്ന് പറയുന്ന ആളുടെ ഒഫീഷ്യൽ പേജിൽ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അതിൻ്റെ താഴെ ആൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ നിങ്ങൾക്ക് സൈഡിൽ ആഡ് ചെയ്യാം. ഇത് ഓൾറെഡി മൂപ്പൻ്റെ ചാനൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതും വായിച്ച് പോകുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്. അപ്പം കിട്ടേണ്ടത് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഇനി സത്യമാണെങ്കിലും സത്യമല്ലെങ്കിലും, തെറ്റ് ചെയ്താൽ ഒരു നാൾ നമ്മൾ അനുഭവിക്കും. ഇപ്പം കഴിവതും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോവാണ്ട് നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയാനുള്ളത്. ഇതൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കേ പറ്റൂ. നമ്മുടെ മീഡിയേൻ്റെ ഒരു പ്രത്യേകത, ഒരു ന്യൂസ് കിട്ടിയാൽ 5 ദിവസം കഴിയുമ്പം അടുത്ത ന്യൂസ് കിട്ടും. പക്ഷേ ഈ 5 ദിവസത്തിൽ തന്നെ ഓരോ ദിവസവും അവർക്കൊരു 10-20 ന്യൂസസ് വന്നുകൊണ്ടിരിക്കുക. ഏതൊക്കെ വിഷയങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് കുറേ കൺക്ലൂഷൻ ഉണ്ടാക്കാൻ പറ്റി, എത്രയൊക്കെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കാണാൻ പറ്റി, എത്രയൊക്കെ ആൾക്കാർ അവരുടെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഞാനൊരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പം അത് റിലേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ അനുഭവിച്ചില്ല. എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്, കൊച്ചി ഭാഗത്ത് കുറച്ച് ജോലി സ്ഥലത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിൻ്റെ പേരിൽ കുറച്ച് തൊഴിലാളികൾ പലതരത്തിലുള്ള ഈ എന്താണ് പറയുക, ഫിസിക്കൽ അല്ലെങ്കിൽ വെർബൽ അബ്യൂസുകൾ നേരിട്ടൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. എത്രയോ കുട്ടികൾ എൻ്റെ ഇൻസ്റ്റഗ്രാം തിരഞ്ഞെടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പ്രൂഫ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ചേച്ചി സംസാരിക്കണം, അങ്ങനെയെങ്കിൽ ഈ ടോപ്പിക്കിനൊരു കൺക്ലൂഷൻ ഉണ്ടാവണം. എത്രയോ കുട്ടികൾ പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുള്ള ഗുണമാണ്. ഏതൊരു കാര്യത്തെയും മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മഞ്ഞ മാത്രമേ കാണാൻ പറ്റൂ. നല്ല കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കണ്ണ് കാണാൻ പറ്റൂ. ഇപ്പം നീരജ അമ്മൂസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാരണം വിസ തട്ടിപ്പ് നടന്നത് ഏത് TV-യിൽ ഡിസ്കസ് ചെയ്തു, ഏത് ചാനലിൽ വന്നു, ആ പൈസ പോയിട്ടുള്ള കുട്ടികൾക്ക് എവിടെ നീതി കിട്ടി? അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് ദിവസം ഇരുന്ന് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഈ കേസിൽ വരാൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പൈസ നഷ്ടപ്പെട്ടില്ലേ? എത്ര പേര് സൂയിസൈഡ് ചെയ്യും? എത്ര പേർക്ക് ലൈഫിൽ എന്തൊക്കെ പ്രശ്നം വരും? അപ്പം ഇങ്ങനെയൊക്കെ കുറേ തലങ്ങളുണ്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ.
അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് രണ്ടാമത്തത്, സൊസൈറ്റിക്ക് ഞങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഇനിയെങ്കിലും ബുദ്ധി ഉണ്ടാവും. COS തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തി വന്ന് 10 ലക്ഷം 20 ലക്ഷം ചോദിക്കുന്ന സമയം കൊടുക്കാണ്ട് നിൽക്കാൻ തോന്നും. ഓ, അന്ന് നീരജ അമ്മൂസ് വേണ്ട, ഈ പരിപാടിക്ക് നിൽക്കണ്ട, ഒരു തോട്ട് വരും. ഒന്നും കൊണ്ട് വരുമോ? ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ആ ലെവലിൽ ആലോചിക്കാൻ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ഒരുമാതിരി പരദൂഷണ കമ്മിറ്റിയാണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്താ പറയുക? അപ്പം ഈ ഒരു കേസിൽ നിന്ന് മാത്രം എടുത്ത് നോക്കിയാൽ ആ കുട്ടികൾക്ക് കിട്ടിയ നീതി, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ, ആ കുട്ടികളുടെ കാര്യത്തിന് ഫോളോ അപ്പ് ചെയ്യാൻ, അവരുടെ ഭാഗം നിന്ന് സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വീഡിയോ കാണുന്ന ഒരു 10 ആൾ വേണ്ട, ഒരാളെങ്കിലും ഇങ്ങനത്തെ ചതിക്കുഴിയിൽ വീഴാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, സോ അത്രയും പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.